നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ ഗ്രാസ് റൂട്ട് മെഷീനറി സിസ്റ്റത്തെക്കുറിച്ച് പലർക്കും കൃത്യമായ ധാരണയില്ല. പന്ന പ്രമുഖ് എന്ന രീതിയിൽ ഓരോ 50 മുതൽ 60 വരെ വോട്ടർമാരുടെ ലിസ്റ്റ് അത് വെച്ചുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞാൽ ബാങ്കിൽ റിലേഷൻഷിപ്പ് മാനേജർമാർ എങ്ങനെയാണ് അവിടുത്തെ കസ്റ്റമേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റകളും മറ്റും ശേഖരിക്കുകയും നിരന്തരമായി അവരുമായി ബന്ധപ്പെടുകയും അവരുമായുള്ള ബാങ്കിൻ്റെ റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെയാണ് ഈ പന്ന പ്രമുഖ്. കൃത്യമായി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് 2007 അമിത്ഷാ ഗുജറാത്തിലാണ്. ഇതാണിപ്പോൾ രാജ്യത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ബി.ജെ.പി ഓരോ സ്റ്റേറ്റുകളും പിടിച്ചെടുക്കുന്നു. SIR നടപടിയെന്നും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സഹായമെന്നൊക്കെ പല രീതിയിൽ പറയാൻ കഴിയുമെങ്കിലും ഏറ്റവും ഒടുവിൽ നമ്മൾ അറിയേണ്ടത് ബി.ജെ.പി അവരുടെ ഈ സിസ്റ്റം പന്ന പ്രമുഖിൽ തുടങ്ങി പടിപടിയായിട്ടുള്ള ഈ മെഷീനറി സിസ്റ്റം അതിനെ കൃത്യമായി നമ്മൾ പറയുകയാണെങ്കിൽ കേഡർ സംവിധാനം അത് ഉപയോഗിച്ച് തന്നെയാണ് അവർ ജയിക്കുന്നത്. നോക്കൂ, കേഡർ സംവിധാനം ഈ രാജ്യത്ത് കോൺഗ്രസ്സിന് ഇപ്പോഴും ഇല്ല. ഈ രാജ്യം 60 വർഷത്തിൽ കൂടുതൽ ഭരിച്ച കോൺഗ്രസ്സിന് ഇപ്പോഴും കൃത്യനിഷ്ഠതയോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരും ഇല്ല. അതായത് പലപ്പോഴും ഉദാസീനതയാണ് കോൺഗ്രസിൻ്റെ മുഖമുദ്രയായി കണക്കാക്കുന്നത്. ആ ഉദാസീനത ടോപ്പ് ലെവൽ നേതാക്കളെ കുഴിമടിയന്മാർ ആക്കി മാറ്റുന്നുണ്ട്. അതിലൊക്കെ മാറ്റം വരണമെങ്കിൽ AICC നേതൃത്വത്തിൽ മാറ്റമുണ്ടാകണം. ആ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയൂ. കാരണം തിരിച്ചു വരേണ്ട കാലഘട്ടമായി കഴിഞ്ഞിരിക്കുന്നു. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പിലെങ്കിലും ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. 15 കൊല്ലത്തെ തുടർ ഭരണം BJP നടത്തുമ്പോൾ അതിനെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി രാജ്യത്ത് സ്വാഭാവികമായും രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ രാജ്യത്ത് നോട്ട് നിരോധനം മുതൽ ഈ രാജ്യത്ത് കൃത്യമായി ലോക്ക്ഡൗൺ സംവിധാനം, അതും യാതൊരു രീതിയിലുള്ള മുന്നറിയിപ്പുമില്ലാത്ത സംവിധാനം, അതുവഴി വലഞ്ഞ ജനലക്ഷങ്ങൾ, കോടിക്കണക്കിനായ പട്ടിണി പാവങ്ങൾ, അവർക്ക് നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ എന്തൊക്കെ നയങ്ങളുമായി പൊടിക്കൈകളുമായി എത്തിയാലും അതൊക്കെ ഇടത്തരക്കാർ തട്ടിയെടുത്തതും അതൊന്നും കൃത്യമായി എത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പല BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൃത്യമായി അഴിമതിയുടെ ശക്തമായിട്ടുള്ള മേഖലകൾ തന്നെയാണ്. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശിലും ഒക്കെ ക്യാബിനറ്റ് മന്ത്രിമാർ നടത്തിയ അഴിമതിയുടെ കഥകൾ ഓരോ ദിവസവും പുറത്ത് അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയൊക്കെ ഇതിൻ്റെ ചലനമുണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ ഈ പന്ന പ്രമുഖ് എന്ന രീതിയിൽ പോലെ കോൺഗ്രസ് ഗ്രാസ് റൂട്ട് ലെവലിൽ കുറച്ചുകൂടി പണിയെടുത്താൽ മാത്രമേ വിജയം സുനിശ്ചിതമാക്കാൻ പറ്റൂ, കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റൂ. UP അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവിടെ സീറ്റ് ഷെയറിങ് ഏകദേശം സമാജ്വാദി പാർട്ടിയുമായി ചേർന്ന് ധാരണയാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം. പഞ്ചാബും ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ഗോവയും മണിപ്പൂരുമൊക്കെ 2027 തുടക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇനി കേവലം 6 മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഒരു വലിയ പഞ്ചഗുസ്തിക്ക് വേണ്ടി. കാരണം പഞ്ചഗുസ്തിയാണ് നടക്കാൻ പോകുന്നത്.